വീട്. സമാധാനം എന്ന പദത്തിന് വലിയൊരു അർത്ഥം തരുന്ന ഒരേ ഒരു വാക്ക് വീട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വീട് എന്ന് പറഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് സമാധാനം. ഈ സമാധാനം എന്ന വാക്കിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. വീട് എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഓടി വരുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ്. ഇത് കാണുന്ന മിക്കവരും കല്യാണം കഴിഞ്ഞവരായിരിക്കാം, കല്യാണം കഴിഞ്ഞ് പിള്ളേരായിട്ട് ജീവിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായിരിക്കാം. ഒന്നോർത്ത് നോക്കിയേ, ഒരു കാലം നമ്മൾ ടെൻഷൻ ഫ്രീ ആയി പാരൻസിൻ്റെ കൂടെയും ബ്രദേഴ്സിൻ്റെ കൂടെയും സിസ്റ്റേഴ്സിൻ്റെ കൂടെയും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയും ഇവരുടെയൊക്കെ കൂടെ ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ആ കാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാറില്ലേ? വീട് എന്നൊരു വികാരം എപ്പോഴും നമ്മുടെ കൂടെ പിറപ്പിനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട്. അതെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വിൻ്റർ, മൺസൂൺ, സമ്മർ, ഓരോ കാലത്തിനും വീട് തരുന്ന ആ പഴയ കാലം ഇടയ്ക്കൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഫീൽ തരാറില്ലേ? നമ്മുടെ മൈൻഡ് ഫ്രീ, ടെൻഷൻ ഫ്രീ, സ്ട്രെസ് ഫ്രീ, കൺഫ്യൂഷനില്ല, പേടിയില്ല, സന്തോഷങ്ങളും സമാധാനവും ഭക്ഷണവും വിനോദവും മാത്രം തരുന്ന ഒരിടം, അത് നമ്മുടെ വീട് തന്നെ. ദേ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മക്കൾ തറവാട് എന്ന് പറയുന്നത് നമ്മുടെ ആ സന്തോഷത്തിനെയല്ലേ. ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടിക്കാലം കാണാറുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയാൽ ഞാൻ എന്നെ അവിടെ കാണാറുണ്ട്. ഞാൻ കളിക്കുന്നതും ഓടി നടക്കുന്നതും ചിത്രം ചുമരിൽ വരക്കുന്നതും എല്ലാം. ഈ അടുത്തിടെയായിട്ട് ആശകൾ 1000 ഫിലിമിൽ കാളിദാസിന് വരുന്ന ആ കുട്ടിക്കാലം എനിക്കും വരാറുണ്ട്. നമ്മുടെ ലൈഫിൽ ബെസ്റ്റ് മൊമെൻറ്റ്സ് നമ്മുടെ വീട്ടിൽ തന്നെ. ബെസ്റ്റ് ഗിഫ്റ്റ് പാരൻസും, ബെസ്റ്റ് എഡ്യൂക്കേഷൻ സ്കൂൾ നമ്മുടെ വീട് തന്നെ. ഇഫ് യു നോ യു ആർ ഗോയിങ് ഹോം, ദ ജേർണി ഈസ് നെവർ ടു ഹാർഡ്, then home is not a place, it's a feelings.